നേച്ചർ എന്ന് പറയുന്നത് വളരെ വണ്ടറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള വണ്ടേഴ്സ് ഉള്ള ഒന്നാണ് നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. ചിലത് നമുക്ക് അറിയാവുന്നതുണ്ട്, ചിലതൊന്നും അറിയത്തില്ലാത്തതുണ്ട്. പലതരത്തിലുള്ള ഒരുപാട് ഓർഗാനിസംസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നതിന്റെ ഇന്ററാക്ട് ചെയ്തതിന്റെ ഒക്കെ ഒരു റിസൾട്ട് ആയിട്ടാണ് നമ്മുടെ ഈ നേച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് എന്തായിട്ട് ഒരു ബാലൻസ് ആയിട്ട് നിന്നും. നമ്മൾ ആദ്യത്തെ ക്ലാസ്സൊക്കെ നമ്മൾ പറഞ്ഞത് ചെയിന്റെ കേസിലൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഓരോ ഓർഗാനിസത്തിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ ബാലൻസിനെ അത് ഇമ്പാക്ട് ചെയ്യും അല്ലെങ്കിൽ അതിനെ ബാധിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്കറിയാം നമ്മുടെ സറൗണ്ടിങ്സിൽ എല്ലാ ഓർഗാനിസംസും കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിന്റെ ഡെവലപ്മെന്റും കാര്യങ്ങളും ഒക്കെ നടക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ട്. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ തന്നെ നോക്കിയാൽ നമുക്ക് ഒരു കാരണവശാലും നമ്മളെ വേറൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ വേറൊരു ഹ്യൂമനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, മൈക്രോ ഓർഗാനിസംസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ എന്തായിട്ട് ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ഇന്ററാക്ട് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ ഈ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ആണ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ നേച്ചറിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സറൗണ്ടിങ്സിലൊക്കെ നമ്മൾ കോമൺലി ഒബ്സർവ് ചെയ്യുന്ന കുറെ ഇന്ററാക്ഷൻസും അതുപോലെ തന്നെ ആ ഒരു ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണ്, ആ ഒരു ഇന്ററാക്ഷൻസ് വഴി ആർക്കൊക്കെ ഗുണങ്ങളുണ്ടാവും, ആർക്കൊക്കെ ദോഷങ്ങൾ ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ചില ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ആയിരിക്കും അല്ലെ. ചില ഇന്ററാക്ഷൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ചില ഇന്ററാക്ഷൻസ് എന്താണ്, നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഒരു ഫ്രണ്ടിനോട്, നമ്മുടെ നല്ലൊരു ഫ്രണ്ട്, നല്ലൊരു സുഹൃത്ത്, ആ ആളോട് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അയാളോട് സഹായം ചോദിക്കും, ഹെൽപ്പ് ചോദിക്കും. അപ്പൊ ആ ഒരു ഹെൽപ്പ് കാരണം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, നമ്മുടെ എക്സാമിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞപ്പോ ഞാനെന്ന് പറയുന്ന ആള് വേറൊരാളോട് പോയിട്ട് എന്ത് ചെയ്യാണ്, ഡൗട്ട് ചോദിക്കുന്നത് കൊണ്ട് ഈ ഡൗട്ട് ചോദിക്കുന്ന ആ സംഭവം അറിയത്തില്ല. പക്ഷെ എന്താണ്, നമുക്ക് ഡൗട്ട് പറഞ്ഞു തരുന്ന ആൾക്ക് ആ പറയുന്ന കാര്യമല്ല. ഡൗട്ട് ചോദിക്കുന്നത് വഴി എന്ത് സംഭവിക്കും, നമ്മളുടെ കൂട്ടുകാരൻ നമുക്ക് ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ക്ലിയർ ചെയ്യുന്നതിലൂടെ ആ കൂട്ടുകാരൻ എന്താ ബെനിഫിറ്റ് കിട്ടുന്നത്, ബെനിഫിറ്റ് ഉണ്ടോ? ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ പഠിച്ച കാര്യം ഒന്നുകൂടി അവൻ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടി റീകളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി ഈ ഡൗട്ട് ചോദിച്ച ആൾക്ക് എന്താണ് ഗുണം, അവർക്ക് അവിടെ എന്ത് ചെയ്തു, ആൾക്ക് അവിടെ എന്ത് സംഭവിച്ചു, അവിടെ ക്ലിയർ അവർ ചോദിച്ച ആ ഒരു ഡൗട്ടിനുള്ള ക്ലാരിറ്റി ഉള്ള ഒരു ആൻസർ അവർക്ക് കിട്ടി അല്ലെ. അപ്പൊ ഈ പറയുന്ന രണ്ട് ആൾക്കും എന്ത് സംഭവിച്ചു, പോസിറ്റീവ് ആയിട്ടുള്ള ഗുണമാണ് ഈ പറയുന്ന ഒരു ഇന്ററാക്ഷനിലൂടെ ഉണ്ടായത് അല്ലെ. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ഇവിടെ നടന്നത് അല്ലെ. അതേസമയത്ത് നമ്മളുടെ ഒരു കൂട്ടുകാരിയും തമ്മിൽ അടി ഉണ്ടാക്കാന്ന് വെച്ചു, അപ്പൊ ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവർ തമ്മിൽ ഫൈറ്റ് ആണ്, ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഇവര് തമ്മില് ഫൈറ്റ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു, ഇവര് തമ്മിലടിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും, എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും കിട്ടുന്നത്. കംപ്ലീറ്റ്ലി എന്താണ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഇവർക്ക് ഈ ഒരു ഇന്ററാക്ഷൻ വഴി കിട്ടുന്നത്. കാരണം എന്താ, ഇടി ഉണ്ടാക്കുന്ന ആളുടെ എനർജിയും പോകും, ഇടി കിട്ടുന്നവനും എനർജി പോകും, രണ്ടുപേരും ലാസ്റ്റ് എന്താവും, ബെഡേ കിടന്നുറങ്ങേണ്ടി വരും. കാരണം ബെഡേ കിടന്നുറങ്ങല്ല, റെസ്റ്റ് എടുക്കേണ്ടി വരും അല്ലെ. രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും, രണ്ടുപേർക്കും എന്ത് സംഭവിച്ചു, നെഗറ്റീവ് ഇമ്പാക്റ്റുകളായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ ചിലതില് ഒരാൾക്ക് മാത്രം ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും, ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ബെനിഫിറ്റും കിട്ടത്തില്ല. പക്ഷെ എന്നാലും എന്താണ്, സഹായിച്ചേക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, സഹായിക്കും. ഇപ്പൊ നമുക്കൊരു പേന വേണമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോ എന്റെ ഈ പേനയില്ല, ഞാൻ ഒരാളോട് പേന ചോദിച്ചു. അപ്പൊ പേന ചോദിച്ചിട്ട് എനിക്ക് കിട്ടി കഴിയുമ്പോ എന്താണ്,
എനിക്ക് പേന കിട്ടി എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട് അല്ലെ, എനിക്ക് പേന കിട്ടി എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ പേന തന്ന അത് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഉണ്ട് ഇല്ല, അവിടെ പ്രത്യേകിച്ച് ഗുണവും ഇല്ല ദോഷവും ഇല്ല. അതുപോലെ തന്നെ ചില നെഗറ്റീവ് ഇന്ററാക്ഷൻസിലാണെങ്കിലും പോസിറ്റീവ് ഇന്ററാക്ഷൻസിലാണെങ്കിലും ഒരാൾക്ക്, അതായത് ആ ഒരു ഇന്ററാക്ഷനിൽ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ എന്തായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത്തരത്തില് നമ്മുടെ നേച്ചറിലും ഓർഗാനിസംസ് തമ്മിൽ ചിലപ്പോൾ ചില മൈക്രോ ഓർഗാനിസംസും പ്ലാന്റ്സും തമ്മിലായിരിക്കാം, ചിലപ്പോൾ ചില പ്ലാന്റും ആനിമൽസും തമ്മിലായിരിക്കാം, ചിലപ്പോൾ ചില ആനിമൽസ് തമ്മിലാവാം. അങ്ങനെ പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് നമ്മളുടെ നേച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ചില ഇന്ററാക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കാം, നമുക്ക് ഈ ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണ്, ആ ഇന്ററാക്ഷൻസ് വഴി ആർക്കാണ് പോസിറ്റീവ് കിട്ടുന്നത്, ആർക്കാണ് നെഗറ്റീവ് ആയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അത്തരത്തിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള വൈബിൽ നിന്ന് പോകാം അല്ലെ, നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡാണ് എപ്പോഴും നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ പോസിറ്റീവ് വൈബ് പിടിച്ചങ്ങ് പോകാം. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ട് നമ്മുടെ നേച്ചറിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ചില പോസിറ്റീവ് ഇന്ററാക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. മ്യൂച്വലിസം, ഓക്കെ, നമ്മളിപ്പോ മ്യൂച്വലിസം എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ ചിലപ്പോ എന്താണ്, മ്യൂച്വലിസം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് വരും. കാരണം നമുക്ക് എന്താണ്, നമ്മളിപ്പം നിങ്ങൾ എല്ലാവരും തന്നെ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ നമുക്ക് എപ്പോഴും കേട്ടിട്ടുള്ള വാക്കുകളാണ് മ്യൂച്വൽ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് അല്ലെ. മ്യൂച്വൽ ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്താ, രണ്ടുപേർക്കും കോമൺ ആയിട്ട് കിട്ടും അല്ലെ, അതൊന്നും ഓർത്താൽ മതി. മ്യൂച്വലിസം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്, പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ്. ഈ പോസിറ്റീവ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഒരു ഇന്ററാക്ഷനിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഓർഗാനിസത്തിനും, അതായത് ഈ ഒരു ഇന്ററാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ട് ഓർഗാനിസത്തിനും എന്തായിരിക്കും, ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. മ്യൂച്വലിസം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ്. ഏതൊക്കെ ഓർഗാനിസംസ് ആണോ ഈ പറയുന്ന ഇന്ററാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവർക്ക് രണ്ടുപേർക്കും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും അല്ലെങ്കിൽ ബെനിഫിറ്റ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഒരു പൂവ് കൊടുത്തിട്ടുണ്ട്, ഒരു തേനീച്ചേനെയും കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു പൂവും ഒരു തേനീച്ചയും. അപ്പൊ ഇത് ഏത് പ്രോസസ്സിനെ ആയിരിക്കും ഇത് കാണിക്കുന്നത്, ഏത് പ്രോസസ്സിനെ ആയിരിക്കും കാണിക്കുന്നത്, അത് എല്ലാവർക്കും അറിയാം, പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്, പോളിനേഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് വഴി എന്താണ് പൂവിന് ഗുണം, എന്താണ് നമ്മളുടെ തേനീച്ചയ്ക്ക് ഗുണം എന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മളുടെ പൂവില് നമ്മളുടെ തേൻ നുകരാൻ വരുന്ന നമ്മളുടെ എന്തുണ്ട്, ഹണി കളക്ട് ചെയ്യാൻ വരുന്ന നമ്മളുടെ തേനീച്ചകൾ. അപ്പൊ തേനീച്ചകൾക്കുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നെക്ടറും അതുപോലെയുള്ള ഹണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് എന്ത് കിട്ടും, നെക്ടറും അതുപോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. അതേസമയത്ത് ഈ പ്ലാന്റ് കൊടുക്കുന്നത് വഴി പ്ലാന്റിന് എന്താണ് ഗുണം, പ്ലാന്റിന് പോളിനേഷൻ നടക്കും. അതായത് നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോളിനേഷൻ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഈ ഹണി ബീ പോലുള്ള ഒരു ഓർഗാനിസം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, പ്ലാന്റിന് അതിന്റെ ഒരു ജനറേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആരുടെ ഹെൽപ്പ് കൊണ്ട്, ഈ പറയുന്ന ഏതെങ്കിലും ഒക്കെ ഇൻസെക്റ്റുകളുടെ ഹെൽപ്പോട് കൂടി എന്ത് നടക്കും, പോളിനേഷൻ നടക്കും. ഇത്തരത്തില് ഈ പറയുന്ന പോളിനേഷൻ നടക്കുന്നത് വഴി ആർക്ക് എന്ത് ഗുണമുണ്ട്, നമ്മളുടെ തേനീച്ചയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള നെക്ടർ എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്ത് അതിന്റെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ടും പറ്റും. അപ്പൊ ഈ പറയുന്ന ഫ്ലവറിനും അതുപോലെ തന്നെ നമ്മുടെ ഹണി ബീക്കും ഒരുപോലെ ഈ പറയുന്ന ഇന്ററാക്ഷൻ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തില് രണ്ട് ഓർഗാനിസത്തിനും നമ്മുടെ സറൗണ്ടിങ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തില് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇന്ററാക്ഷനില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ട് ഓർഗാനിസത്തിനും ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഇന്ററാക്ഷനെയാണ് നമ്മൾ മ്യൂച്വലിസം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് മ്യൂച്വലിസം? മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, രണ്ട് ഓർഗാനിസം, അതായത് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു എക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. ആ ഒരു ഇന്ററാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ട് ഓർഗാനിസത്തിനും ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളുടെ ഫ്ലവറും ഹണി ബീയും, അല്ലെങ്കിൽ നമുക്ക് പോളിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ വേണമെങ്കിൽ മ്യൂച്വലിസം എന്ന് പറയാനായിട്ട് പറ്റും.
എന്താണ് ഫ്ലവർ ഹണി ബി എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ ആയിട്ട് ടീച്ചർ പറഞ്ഞു തരുന്നു എക്സാമ്പിൾ ആണ് നമുക്ക് ക്ലോൺ ഫിഷും അതുപോലെ സീ ആനിമൽസ്. അതായത് ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷനും എന്താണ് ഒരു മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ മ്യൂച്വലിസം നമുക്ക് ഓൾറെഡി പറഞ്ഞു രണ്ടുപേർക്കും എന്തായിരിക്കും ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവിടെ ക്ലോൺ ഫിഷിനും അതുപോലെ തന്നെ ആനിമോൾസിനും എന്തായിരിക്കും ബെനിഫിറ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പൊ അവർക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഈ ഇന്ററാക്ഷൻ വഴി കിട്ടുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഇതാണ് ക്ലോൺ ഫിഷ്, ഇത് നമ്മുടെ സീ ആനിമോൾ. അപ്പൊ സീ ആനിമോൾസ് എന്തിനു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും? നമ്മളുടെ ക്ലോൺ ഫിഷിന് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും നമ്മളുടെ സീ ആനിമൽസ്. അതേ സമയത്ത് നമ്മുടെ ക്ലൗൺ ഫിഷ് അവിടെ നിന്നിട്ട് ഇവരുടെ ഫുഡ് അവർക്ക് കൊടുക്കും. അതായത് നമ്മളുടെ സീ ആനിമൽസിന് എന്ത് കൊടുക്കും? ഫുഡ്. അതായത് വേസ്റ്റ് മെറ്റീരിയൽ, ഇവര് കഴിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ആര് ഫീഡ് ചെയ്യുന്നത്? നമ്മുടെ സീ ആനിമൽസ് ഫീഡ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്ത് കിട്ടും? അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടും. അപ്പൊ ഈ പറയുന്ന രണ്ട് ഓർഗാനിസിനും എന്ത് കിട്ടി? ബെനിഫിറ്റ് കിട്ടി. അതായത് നമ്മുടെ സീ ആനിമോളിന് ഷെൽട്ടറും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും കിട്ടി, നമ്മുടെ പ്രിഡേറ്റേഴ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷനും കിട്ടി. അതേ സമയത്ത് എന്ത് സംഭവിച്ചു? നമ്മുടെ സീ ആനിമോൾസിന് ഇവരിൽ നിന്നും ന്യൂട്രീഷൻസ്, അതായത് ഇവർക്ക് കഴിക്കാനുള്ള ആഹാരം ആരിൽ നിന്ന് കിട്ടി? ക്ലൗൺ ഫിഷിൽ നിന്നും കിട്ടി. അപ്പൊ ഈ പറയുന്ന ഒരു ഇന്ററാക്ഷനിൽ രണ്ട് ഓർഗാനിസിനും എന്ത് കിട്ടി? ബെനിഫിറ്റ് കിട്ടി. അത്തരത്തിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മ്യൂച്വലിസം. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ് നമ്മളുടെ കമൻസാലിസം എന്ന് പറയുന്നത്. കമൻസാലിസം എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് രണ്ട് ഓർഗാനിസംസ് ആയിരിക്കും ഈ പറയുന്ന ഇന്ററാക്ഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. അതിൽ ഒരു ഓർഗാനിസത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും. പക്ഷേ രണ്ടാമത്തെ ഓർഗാനിസത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു ഡാമേജോ അല്ലെങ്കിൽ ഒരു ഹാർംഫുൾ എഫക്റ്റോ കൊടുക്കത്തുമില്ല. അത്തരത്തിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത്. കമൻസാലിസം എന്ന് വെച്ചാൽ എന്താണ്? ഇന്ററാക്ട് ചെയ്യുന്ന ഓർഗാനിസത്തില് ഒരാൾക്ക് ബെനിഫിറ്റും മറ്റേയാൾക്ക് ബെനിഫിറ്റും ഇല്ല, ഹാർംഫുൾ ആയിട്ടുള്ള എഫക്റ്റും കൊടുക്കുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളുടെ പാടത്തൊക്കെ നമ്മൾ പശുവിനെ ഒക്കെ കൊണ്ടുപോയി കെട്ടിയിട്ട് കഴിയുമ്പോഴേക്കും അവിടെ ഇത്തരത്തിലുള്ള ചെറിയ പക്ഷികൾ വന്നിരിക്കും അല്ലെ. അപ്പൊ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പക്ഷികൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവരുടെ ബോഡിയിൽ നിന്നും, അതായത് നമ്മുടെ ഈ പറയുന്ന നമ്മളുടെ പശുവിന്റെ ഒക്കെ ശരീരത്തിൽ നിന്ന് എന്ത് സംഭവിക്കും? അവർ പയ്യെ എന്തൊക്കെയോ കുത്തിപ്പറക്കി തിന്നുന്നത് കാണാം. ഓക്കെ, ഇങ്ങനെ കുത്തിപ്പറക്കി തിന്നുന്നത് വഴി പ്രത്യേകിച്ച് നമ്മളുടെ കൗവിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും. ഓക്കെ, പക്ഷെ നമ്മളുടെ ഈ പറയുന്ന ബേർഡ്സിന് എന്ത് കിട്ടും? അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫുഡ് കിട്ടും അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മളുടെ ഈ പറയുന്ന ബേർഡ്സിന് അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ കാറ്റിലിന് അല്ലെങ്കിൽ കൗവിന് എന്ത് നടക്കുന്നില്ല? പ്രത്യേകിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങളൊന്നും ഇല്ല താനും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ആ ഒരു ഇന്ററാക്ഷൻ വഴിയില്ല. അപ്പൊ അത്തരത്തിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? കമൻസാലിസം എന്ന് പറയുന്നത്. അപ്പൊ കമൻസാലിസം ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ മാവേലൊക്കെ കാണപ്പെടുന്ന മരവാഴയാണ്, അതായത് വാണ്ട എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ ഈ വാണ്ടയ്ക്ക് ഈ പറയുന്ന ഒരു കമൻസാലിസം ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ വാണ്ട ഗ്രോ ചെയ്യുന്നത് നമ്മുടെ മാവിന്റെ ഒക്കെ ചെറിയ ശിഖരത്തിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലെ ഒരു ചെടി വളരുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ചെടി വളരുന്നത് കൊണ്ട് ഈ ചെടിക്ക് അവിടെ ഒരു ഷെൽട്ടർ കിട്ടും. അതായത് ഈ പറയുന്ന മാവിൽ നിന്നും കിട്ടുന്ന ന്യൂട്രീഷൻസ് ഒക്കെ എടുത്ത് ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരാനായിട്ട് പറ്റും. പക്ഷെ ഈ പറയുന്ന വാണ്ട ആ ഒരു മാവില് വളരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റോ ഒന്നും തന്നെ മാവിനില്ല. അപ്പൊ അത്തരത്തിലുള്ള ഇന്ററാക്ഷൻ ആണ് ശരിക്കും കമൻസാലിസം എന്ന് പറയുന്നത്. ഓൾറെഡി ടീച്ചർ പറഞ്ഞു അതിന്റെ അകത്ത് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഓർഗാനിസത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും അല്ലെങ്കിൽ ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ രണ്ടാമത്തെ ഓർഗാനിസത്തിന് എന്താണ്? പ്രത്യേകിച്ച് ബെനിഫിറ്റുകളും ഇല്ല, അതുപോലെ തന്നെ ഹാർംഫുൾ ആയിട്ടുള്ള എഫക്റ്റും ഇല്ല. അത്തരത്തിലുള്ള ഇന്ററാക്ഷൻ ആണ് കമൻസാലിസം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ മാംഗോ ട്രീയും വാണ്ട എന്ന് പറയുന്നതിന്റെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് beneficial to one and is neither beneficial nor harmful to other. അതായത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഓരോ ഓർഗാനിസത്തിന് ബെനിഫിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്,
മറ്റേ ഒരു ഓർഗാനിസിന് എന്തായിരിക്കും പ്രത്യേകിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളതോ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ ആദ്യം കണ്ട കാറ്റിൽ എഗേർഡ്സും ക്യാറ്റും. ആ പക്ഷിയുടെ പേരാണ് കാറ്റിൽ എഗേർഡ്സ്. ഈ പറയുന്ന കാറ്റിൽ എഗേർഡ്സിന്റെ കേസിൽ അവരെന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ കാറ്റിന്റെ ബോഡിയിൽ നിന്നും ചെറിയ ചെറിയ ജീവികളെ, അവരുടെ ബോഡിയിലുള്ള ജീവികളെ എന്ത് ചെയ്യും? ഫീഡ് ചെയ്യും. അപ്പൊ ആ ഫീഡ് ചെയ്യുന്നത് വഴി പ്രത്യേകിച്ച് കാറ്റിലിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നുമില്ല. പക്ഷെ എഗേർഡ്സിന്റെ കേസിൽ അവർക്ക് എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കിട്ടും. ഓക്കെ, അതാണ് അവരുടെ കേസിലെ കമൻസാലിസം എന്ന് പറയുന്നത്. മാംഗോ ട്രീയുടെയും വാൻഡയുടെയും കേസിൽ ഓൾറെഡി പറഞ്ഞു. മാംഗോ ട്രീയിലാണ് ഈ പറഞ്ഞ വാൻഡ ഗ്രോ ചെയ്യും. ആ മാംഗോ ട്രീയിൽ നിന്ന് കിട്ടുന്ന എന്താണ് കുറച്ച് ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും അവര് എന്ത് ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്ന വാൻഡ കാരണം പ്രത്യേകിച്ച് എന്തിനും ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മളുടെ മാംഗോ ട്രീക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു കമൻസാലിസത്തിന് ഒരു എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ നേച്ചറിൽ കാണപ്പെടുന്ന ചില പോസിറ്റീവ് ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ചില നെഗറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസിനെ കുറിച്ചായിരിക്കും. അപ്പൊ ഈ നെഗറ്റീവ് ഇന്ററാക്ഷൻസിൽ ഒന്നെങ്കിൽ ഒരു ഓർഗാനിസത്തിന് നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ രണ്ട് ഓർഗാനിസത്തിനും എന്താവും? നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതാണ് നെഗറ്റീവ് ഇന്ററാക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നെഗറ്റീവ് ഇന്ററാക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള, പക്ഷെ ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഇതിന്റെ പേരാണ് കസ്ക്യൂട്ട എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു യെല്ലോ കളർ, ഒരു ലൈറ്റ് ഗ്രീൻ കളർഡ് ആയിട്ടുള്ള ആ ഒരു ചെടിയുടെ പേരാണ് കസ്ക്യൂട്ട എന്ന് പറയുന്നത്. ഓക്കെ, ഈ കസ്ക്യൂട്ടയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ കസ്ക്യൂട്ടയുടെ ഒരു ചെറിയ പീസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ മണ്ടയിലേക്ക് നമ്മൾ ഇതിടുകയാണെങ്കിൽ 1-2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പ്ലാന്റിന്റെ അവസ്ഥ ഇതായിരിക്കും. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കസ്ക്യൂട്ട എന്ന് പറയുന്നത് ഇവിടെ ഒരു പാരാസൈറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു പാരാസൈറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഏത് പ്ലാന്റിന്റെ മേളിലാണോ കൊണ്ടിടുന്നത് അതൊരു ഹോസ്റ്റുമായിരിക്കും. ഓക്കെ, ഒരു ഹോസ്റ്റ് പാരാസൈറ്റ് റിലേഷൻഷിപ്പ് ആണ് ഈ പാരാസൈറ്റിസത്തിന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ പാരാസൈറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പാരാസൈറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹോസ്റ്റിന്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി നമ്മുടെ ഹോസ്റ്റിന്റെ ബോഡിയിലുള്ള എല്ലാ ന്യൂട്രീഷൻസിനെയും എന്ത് ചെയ്യും? യൂട്ടിലൈസ് ചെയ്ത് ഗ്രോ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ഹോസ്റ്റ് കംപ്ലീറ്റ്ലി എന്താവും? ഡാമേജ്ഡ് ആയി പോകും. അപ്പൊ ഇതിനകത്ത് നമ്മുടെ പാരാസൈറ്റിന് പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമ്പാക്ട് ഒന്നുമില്ല. അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് കിട്ടിയത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈസിലി ഗ്രോ ചെയ്യാൻ പറ്റി. പക്ഷെ നമ്മുടെ ഹോസ്റ്റിന് അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. കാരണം അത് കംപ്ലീറ്റ്ലി എന്തായി പോകും? ഡിസ്ട്രോയിഡ് ആയി പോകും. കാരണം ഇവർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ഈ പാരാസൈറ്റിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ എനർജിയും അല്ലെങ്കിൽ ന്യൂട്രീഷൻസും ആരിൽ നിന്നാണ് എടുക്കുന്നത്? നമ്മുടെ ഈ പ്ലാന്റിൽ നിന്നുമാണ് എടുക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹോസ്റ്റ് എന്ത് സംഭവിക്കും? നശിച്ചു പോകും. അപ്പൊ ഈ കസ്ക്യൂട്ട എന്ന് പറയുന്നതും, കസ്ക്യൂട്ടയും അതുപോലെ തന്നെ പ്ലാന്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പാരാസൈറ്റിസത്തിന് ഒരു എക്സാമ്പിൾ ആണ്. പാരാസൈറ്റിസിൽ എന്താണ് ഗുണം? ആർക്കാണ് ഗുണം? പാരാസൈറ്റിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ അതിന്റെ ഹോസ്റ്റിന് അത് ചെന്ന് അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ഓർഗാനിസത്തിന് എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ പാരാസൈറ്റിസത്തിന് ഒരു എക്സാമ്പിൾ ആണ് കസ്ക്യൂട്ടയും അതുപോലെ തന്നെ പ്ലാന്റ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പീസ് നമ്മൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ സാധനം കാണുമ്പോൾ നല്ല രസമാണ്, ചെറിയൊരു നീളത്തിലുള്ള ഒരു സംഭവം. അപ്പൊ നമുക്ക് അറിയത്തില്ല ഇത് ഇത്രമാത്രം സ്പ്രെഡ് ആവുന്ന കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാ ചെടികളിലൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ട് പോകും. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് ആ ഒരു പ്ലാന്റിന്റെ കേസിൽ എന്താവും? ഒരു തീരുമാനമായിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവയ്ക്ക് വളരാൻ വേണ്ടിയിട്ട് ആ ഹോസ്റ്റ് പ്ലാന്റിനെ എന്ത് ചെയ്യാൻ? കംപ്ലീറ്റ്ലി അവരുടെ എനർജിയും ന്യൂട്രിയൻസും യൂട്ടിലൈസ് ചെയ്ത് പാരസൈറ്റ് ഗ്രോ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യത്തില്ല? നമ്മുടെ ഹോസ്റ്റ് കംപ്ലീറ്റ്ലി ഡാമേജ് ആയി പോകും. ഓക്കെ, അത്തരത്തിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ പാരാസൈറ്റിസം എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് എന്താണ്? ഇതൊരു നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ്. അതിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അടുത്തയാൾക്ക്, അതായത് നമ്മുടെ ഹോസ്റ്റിന് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതാണ് നമ്മൾ പാരാസൈറ്റ്, ഇത്തരത്തിലുള്ള ഒരു ഇന്ററാക്ഷനെയാണ് നമ്മൾ പാരാസൈറ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മുടെ തലയിലൊക്കെ പേനില്ലേ? പേന്. ഈ പേൻ എന്ന് പറയുന്നത് ഒരു പാരാസൈറ്റ് ആണ്.
അതായത് നമ്മളുടെ ബോഡിയിൽ നമ്മുടെ തലമുടിയിലുള്ള പേൻ എന്ന് പറയുന്നത് ഒരു പാരാസൈറ്റിസത്തിന്റെ എക്സാമ്പിൾ ആണ്. കാരണം ഈ പേൻ എന്താണ് കഴിക്കുന്നത്? നമ്മുടെ തലയിലുള്ള ബ്ലഡിനെ ഒക്കെ ഇങ്ങനെ കുടിച്ച് അതങ്ങ് ചീർത്ത് വളരും അല്ലെ. അപ്പൊ ഈ പറയുന്ന ബ്ലഡ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്ന ബ്ലഡ് ആര് കഴിക്കും? നമ്മളുടെ തലയിലുള്ള പേരെല്ലാം കൂടി എടുത്തങ്ങ് കുടിക്കും. അങ്ങനെ കുടിച്ച് കഴിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് നടക്കാതെയും വരും. പക്ഷെ ഇതെന്ത് ചെയ്യും? നല്ല പോലെ ഗ്രോ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ പാരാസൈറ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് പാരാസൈറ്റിസം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഓർഗാനിസത്തിന്, അതായത് ഇന്ററാക്ഷനിൽ നമ്മളുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് എന്തായിരിക്കും? ബെനിഫിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ മറ്റേ ഓർഗാനിസത്തിന് എന്തായിരിക്കും? ഹാർംഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്തായിരിക്കും? നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ എപ്പോഴും ഈ പാരാസൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഹോസ്റ്റിനെ ആയിരിക്കും. അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷന് വേണ്ടിയിട്ട് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? പാരാസൈറ്റ് ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഹോസ്റ്റിന് എന്ത് സംഭവിക്കും? അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ ഒന്നും അവരുടെ ബോഡി കാണത്തുമില്ല. എന്നാൽ ഈ പാരാസൈറ്റ് മുഴുവൻ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. പാരാസൈറ്റിസത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, കസ്ക്യൂട്ടയും അതുപോലെ തന്നെ മറ്റുള്ള ട്രീസ്, ഏതെങ്കിലും ഒരു പ്ലാന്റ് തമ്മിലുള്ള റിലേഷനും, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ മാവയിലൊക്കെ നമുക്കറിയാം ഇത്തിൽക്കണ്ണി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത്തിൽക്കണ്ണി, അതായത് നമ്മുടെ മാവിലൊക്കെ ഇത്തിൽക്കണ്ണി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് ആ മാവിന് മാങ്ങയൊന്നും ഉണ്ടാവാറില്ല. കാരണം എന്താണ്? മാങ്ങയൊക്കെ വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് ഒക്കെ ചെന്നെങ്കിൽ മാത്രമേ മാങ്ങയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അത് നമ്മുടെ ഇത്തിൽക്കണ്ണി എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും? മുഴുവൻ അത് വലിച്ചെടുക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മാംഗോ ട്രീ കംപ്ലീറ്റ്ലി എന്തായി പോകും? നശിച്ചു പോകും. അപ്പൊ ഈ പറയുന്ന മാംഗോ ട്രീയും ലോറാന്തസ്, അതായത് ലോറാന്തസ് എന്ന് വെച്ചാൽ ഇത്തിൽക്കണ്ണിയാണ്, ഈ ഇത്തിൽക്കണ്ണിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒരു പാരാസൈറ്റിസത്തിന് എക്സാമ്പിൾ ആണ്. അതൊരു നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, പാരാസൈറ്റിന് എന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ ഹോസ്റ്റിന് എന്തായിരിക്കും? ഹാർംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് വഴി ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? കസ്ക്യൂട്ടയും ട്രീയും, അതുപോലെ തന്നെ മാംഗോ ട്രീ ആൻഡ് ലോറാന്തസ്. ലോറാന്തസിന്റെയും മാംഗോ ട്രീയുടെയും ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ മാംഗോ ട്രീയും ലോറാന്തസും എന്തിന് എക്സാമ്പിൾ ആണ്? പാരാസൈറ്റിസത്തിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് വരുന്ന മറ്റൊരു നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഈ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ എപ്പോഴാണ് കോമ്പറ്റീഷൻ വരുന്നത്? നമുക്ക് വലിയ റിസോഴ്സസ് ഒന്നും അവൈലബിൾ ആവാത്തില്ലാത്ത ഒരു സമയത്തായിരിക്കും ഓർഗാനിസംസ് തമ്മിൽ എന്താവുന്നത്? അടിയാവുന്നത് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആകെ ഒരു കാട്ടിൽ ഒരു മാനയും 10 സിംഹങ്ങളും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ സിംഹങ്ങൾക്കും വിശക്കുന്നുണ്ട്, ആകെ ഒരു മാനയുള്ളൂ. അപ്പം ഈ പറയുന്ന മാനിനെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും? ഈ പറയുന്ന സെയിം സ്പീഷീസിലുള്ള ഓർഗാനിസംസ് തമ്മിൽ എന്ത് ചെയ്യും? സിംഹങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? അടിയുണ്ടാകും. അപ്പൊ ഇങ്ങനെ അടി ഉണ്ടാകുന്നത് വഴി ആദ്യം ഈ പറയുന്ന രണ്ട് ഓർഗാനിസിനും എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഫൈനലി ആരാണ് കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നത്? അവർക്കായിരിക്കും എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന നമ്മുടെ ആ ഒരു മാനെ കിട്ടുന്നത്. മനസ്സിലായോ? അതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതായത് കോമ്പറ്റീഷന്റെ ഫസ്റ്റ് ഫേസിൽ ഈ പറയുന്ന ഇന്ററാക്ഷനിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ററാക്ഷനിലുള്ള ഓർഗാനിസംസിനെല്ലാം തന്നെ നെഗറ്റീവ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അഫക്റ്റഡ് ആകുന്നത്. അതിനുശേഷം ആരാണോ ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നത് അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? അവർക്കായിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. പക്ഷെ എന്നാലും എന്താണ്? ഇത് എനർജി കളയുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ്. അതായത് ഒരാൾക്ക് നെഗറ്റീവും ഒരാൾക്ക് എന്താണ്? പോസിറ്റീവുമാണ്. ഇനിഷ്യലി എന്താണ്? രണ്ടാൾക്കും എന്താണ് ആ ഒരു ഇന്ററാക്ഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഇന്ററാക്ഷനിൽ വരുന്ന രണ്ട് കൂട്ടർക്കും നെഗറ്റീവുമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളൊരു ഗാർഡനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഗാർഡനിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഗാർഡനിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ച കുറെ ചെടികളും ഉണ്ടായിരിക്കും. എന്നാൽ അതിനെക്കാട്ടിലും വളരെ വേഗം വളരുന്ന കുറച്ച് വീഡ്സ് ഉണ്ടായിരിക്കും. അതായത് ചില കളകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, ചില കളകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ പറയുന്ന ന്യൂട്രീഷനും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ പറഞ്ഞ പ്ലാന്റിനെ ഗ്രോ ചെയ്ത് കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് മാത്രമായിരിക്കത്തില്ല ആ ഒരു ലെവലിൽ വളരുന്നത്. കൂടാതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് പ്ലാന്റ്സും കൂടി ഇതിന്റെ കൂടുതൽ അല്ലെങ്കിൽ വീഡ്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ആവും. അതായത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസിന് വേണ്ടിയിട്ട്, അതുപോലെ ലൈറ്റിന് വേണ്ടിയിട്ട്, വാട്ടറിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള എല്ലാ റിസോഴ്സസിനും വേണ്ടിയിട്ട് നമുക്ക് ഒറിജിനലി വേണ്ട പ്ലാന്റും അതുപോലെ തന്നെ ഈ വീഡ്സും തമ്മിൽ എന്താവും? കോമ്പറ്റീഷൻ ഉണ്ടാവും. കോമ്പറ്റീഷനിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവരായിരിക്കും എന്ത് ചെയ്യുന്നത്?
സർവൈവ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നത്. ഇപ്പം കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്ന നമ്മുടെ വീടാണെങ്കിൽ നമ്മൾ നട്ടുവെച്ച ചെടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും? ഇല്ല, അത് വെറുതെ നമ്മൾ വെച്ചത് വേസ്റ്റ് ആവും അല്ലെ. അപ്പം ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. കാരണം എന്താണ്, ഇനിഷ്യലി ഈ പറയുന്ന ഇന്ററാക്ഷനിൽ എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിനെല്ലാം തന്നെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ കോമ്പറ്റീഷന്റെ കേസ് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഈ കോമ്പറ്റീഷൻ വരുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും റിസോഴ്സസ് അവൈലബിൾ ആവാത്ത സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു റിസോഴ്സിന് വേണ്ടി, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സിന് വേണ്ടിയിട്ടായിരിക്കും ഓർഗാനിസംസ് തമ്മിൽ എന്ത് ചെയ്യുന്നത്, കോമ്പറ്റീഷൻ നടത്തുന്നത്. ചിലപ്പോൾ അത് ഫുഡിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വാട്ടറിന് വേണ്ടിയിട്ടായിരിക്കാം, ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ടായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ എന്ത് നടക്കുന്നുണ്ട്, കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പൊ ബേർഡ്സ് തമ്മിൽ മെയിൽ പാർട്ട്ണറിന് ഫീമെയിൽ പാർട്ട്ണറെ കിട്ടാൻ വേണ്ടി രണ്ട് മെയിൽ പാർട്ട്ണറുകൾ തമ്മിൽ എന്ത് ചെയ്യും, അടി ഉണ്ടാക്കും. അപ്പൊ അവിടെ എന്താണ്, അവർക്കൊരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ അവർക്കൊരു ആളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു മെയിൽ പാർട്ട്ണറിന് ഒരു ഫീമെയിൽ പാർട്ട്ണറിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ തമ്മിൽ കോമ്പറ്റീഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു കോമ്പറ്റീഷന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, രണ്ട് ഓർഗാനിസിനും ബിഗിനിങ്ങിൽ എന്തായിരിക്കും, ഹാർംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത് അല്ലെ. രണ്ട് ഓർഗാനിസിനും ഹാർംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇന്ററാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ട് ഓർഗാനിസത്തിനും ബിഗിനിങ്ങിൽ, അതായത് ഈ ഒരു ഇന്ററാക്ഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എപ്പോഴും എന്തായിരിക്കും, രണ്ടുപേർക്കും നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ആരാണ് ഈ പറയുന്ന കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നത്, അവർക്കായിരിക്കും ഫൈനലി ബെനിഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഫസ്റ്റ് എപ്പോഴും നെഗറ്റീവ് രണ്ടുപേർക്കും ഉണ്ടായിരിക്കും. ഫൈനലി ആരാണ് ആ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നത്, ആൾക്ക് എന്തായിരിക്കും, ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, പാഡി ഫീൽഡിൽ നമുക്കറിയാം, നമ്മൾ പാഡി ഫീൽഡ്സിൽ നമ്മൾ പാഡി കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തും വളരും, വീഡ്സ് വളരാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ പറയുന്ന പാഡിയും വീഡ്സും തമ്മിൽ എന്താകും, കോമ്പറ്റീഷൻ നടക്കും. കോമ്പറ്റീഷൻ നടന്ന് ലൈറ്റിന് വേണ്ടിയിട്ടായിരിക്കാം, അതുപോലെ വാട്ടറിന് വേണ്ടിയിട്ടായിരിക്കാം, ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടായിരിക്കാം, എല്ലാത്തിനും വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ നടക്കും. ഫൈനലി ഇവർ തമ്മിൽ എന്താണ്, കോമ്പറ്റീഷൻ നടന്ന് രണ്ടുപേർക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവും. പക്ഷേ ഫൈനലി എന്താണ്, ആരാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നത്, അവർക്കായിരിക്കും ഒരു ബെനിഫിറ്റ് കിട്ടി നല്ലൊരു ഗ്രോത്ത് അവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ്, രണ്ട് മെയിൽ ബേർഡ്സ് തമ്മിൽ എന്ത് ചെയ്യും, കോമ്പീറ്റ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കാണപ്പെടുന്ന രണ്ട് മെയിൽ ബേർഡ്സ് ഒരു ഫീമെയിൽ പാർട്ണറെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്യും, കോമ്പീറ്റ് ചെയ്യും. ഇതൊക്കെ കോമ്പറ്റീഷന് എക്സാമ്പിൾ ആണ്. അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ് പ്രിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇന്ററാക്ഷനിൽ നമുക്ക് രണ്ട് ഓർഗാൻസിനെ കാണാൻ പറ്റും. ആ ഒരു ഓർഗാൻസിൽ ഒരാൾ പ്രിഡേറ്ററും ആണ്, ഒരാള് പ്രേയും ആണ് അല്ലെ. ഇതിനകത്ത് പ്രിഡേറ്റർ ആരാണ്, നമ്മുടെ സിംഹമാണ് ആരെ പിടിക്കുന്നത്, നമ്മുടെ കാട്ടുപോത്തിനെ പിടിച്ച് കഴിക്കുന്നത്. അവിടെ കാട്ടുപോത്ത് ആരാണ്, കാട്ടുപോത്ത് പ്രേയാണ്. കാരണം അയാളാണ് അവിടെ സിംഹത്തിന് ഫുഡായിട്ട് മാറുന്നത് അല്ലെ. അപ്പം ആരാണ് അതിനെ ക്യാച്ച് ചെയ്ത് കഴിക്കുന്നത്, അവർക്കായിരിക്കും അവിടെ എന്ത് കിട്ടുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടുന്നത്, അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടുന്നത്. അതേസമയത്ത് അവിടെ പ്രേയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇല്ല, അവർക്ക് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ പ്രിഡേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രിഡേറ്ററും പ്രേയും ഉണ്ടായിരിക്കും. പ്രിഡേറ്റർ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യും, തന്റെ പ്രേയെ കണ്ടുപിടിച്ച് അയാളെ കൊന്നു തിന്നും. അങ്ങനെ വഴി അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ പ്രേയ്ക്ക് പ്രത്യേകിച്ച് ഗുണം ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് പ്രിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ കാണുന്ന മിക്കവാറും ഒരുപാട് പ്രിഡേഷൻസ് ഉണ്ട്. നമ്മൾ കാട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ലയൺ വന്നിട്ട് എന്താണ് ഈ പറയുന്ന ഡിയേഴ്സിനെ കഴിക്കുന്നതും, അതുപോലെ ടൈഗർ ഡിയേഴ്സിനെ കഴിക്കുന്നതും, അതുപോലെയുള്ള എല്ലാം എന്താണ് പ്രിഡേഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ പ്രിഡേഷൻ എന്ന് പറയുന്നതിൽ ഒരു നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ്. ഒരെണ്ണത്തിന് ഹാർംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്, പക്ഷെ ഒരാൾക്ക് എന്തായിരിക്കും, ബെനിഫിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ബെനിഫിറ്റ് കിട്ടുന്ന ആളാരായിരിക്കും, പ്രിഡേറ്റർ ആയിരിക്കും അല്ലെ. പ്രിഡേറ്റർ ആയിരിക്കും ബെനിഫിറ്റ് കിട്ടുന്ന ആള്. ഹാർംഫുൾ എഫക്റ്റ് കിട്ടുന്ന ആളാരായിരിക്കും, പ്രേ ആയിരിക്കും ഹാർംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് കിട്ടുന്ന ആള്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ പ്രിഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം, പ്രേ ബിക്കംസ് എ ഫുഡ് ഓഫ് ദ പ്രിഡേറ്റർ. അത് അല്ലെ, നമ്മുടെ പ്രേ ആണ് ആരുടെ ഫുഡായിട്ട് മാറുന്നത്, പ്രിഡേറ്ററിന്റെ ഫുഡായിട്ട് മാറുന്നത്.
അതുകൊണ്ട് പ്രേക്ക് വല്ല ഗുണമുണ്ടോ? ഇല്ല. അവരുടെ ജീവൻ പോയി എന്നല്ലാതെ എന്താണ് ഒരു ഗുണവും ആർക്കില്ല, പ്രേക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് ഇന്ററാക്ഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾ എഴുതാം. ഡിയറും ടൈഗറും തമ്മിലുള്ള ഇന്ററാക്ഷൻ, എന്താണ് ലയനും ഡിയറും തമ്മിൽ ഉള്ളത്, അങ്ങനെയുള്ള. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ സ്നേക്കും റാബിറ്റും തമ്മിലുള്ളത്, അതുപോലെ സ്നേക്കും നമ്മളുടെ ഫ്രോഗും തമ്മിലുള്ളത്, ഇതൊക്കെ എന്താണ് പ്രെഡേഷനാണ്. പ്രത്യേകിച്ച് ആ ഒരാൾക്ക് എന്താണ് ഗുണമൊന്നും ഉണ്ടാകത്തില്ല, മറ്റേ ആൾക്ക് അവിടെ എന്ത് കിട്ടി, ഫുഡ് കിട്ടുകയും ചെയ്തു. അതാണ് പ്രിഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ സറൗണ്ടിങ്സിൽ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് ഇതുപോലെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ നേച്ചർ ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഏതൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, ഏതൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതായത് ഇതിൽ ഏതൊക്കെയാണ് ആർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, ആർക്കൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാവുന്നത്, ഇതൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ പറയുന്ന എല്ലാ ഇന്ററാക്ഷൻസും എല്ലായിടത്തും അല്ലെ, ഈ പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയിക്കോട്ടെ, നമ്മൾ ഏത് ഇക്കോസിസ്റ്റം എടുത്ത് നോക്കിയാലും നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഇന്ററാക്ഷൻസ് നമുക്ക് ഇതുപോലെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റീജിയണിൽ കാണപ്പെടുന്ന ഓർഗാനിസം ആയിരിക്കത്തില്ല അടുത്ത ഒരു റീജിയണിൽ കാണപ്പെടുന്നത്, അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഓർഗാനിസം ആയിരിക്കും ഒരു ഫോറസ്റ്റിൽ കാണപ്പെടുന്നത്, ആയിരിക്കുമോ? അതുപോലെ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ഓർഗാനിസം ആയിരിക്കുമോ നമ്മുടെ ഓഷ്യൻസിൽ കാണപ്പെടുന്നത്? ഈ പറയുന്ന എല്ലായിടത്തും ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയുടെ ഒരു ക്യാരക്ടറും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരുപാട് എക്കോസിസ്റ്റംസ് നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് എക്കോസിസ്റ്റംസ് നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ചില ഡൈവേഴ്സ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ്, അതായത് നമ്മുടെ നേച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എർത്തിലുള്ള എത്രമാത്രം ഡൈവേഴ്സ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ആണ് നമുക്കുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ കാണപ്പെടുന്ന ഒരു ഡൈവേഴ്സ് എക്കോസിസ്റ്റത്തിൽ ഒന്നാണ് നമ്മളുടെ ഫോറസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോറസ്റ്റില് എന്തുണ്ട്, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ്, ഫോറസ്റ്റ് മുഴുവൻ കാടാണ്. അപ്പം ഈ ഫോറസ്റ്റ് എന്താണ്, മൊത്തം ഈ പറയുന്ന പോലെ ഒരുപാട് പ്ലാന്റ്സും ആനിമൽസും ഒരുപാട് തരത്തിലുള്ള ഇന്ററാക്ഷൻസും ഒക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ആണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് തരത്തിലുള്ള ജീവികളുണ്ട്, പലതരത്തിലുള്ള ബേർഡ്സ്, പലതരത്തിലുള്ള ആനിമൽസ്, അതുപോലെ തന്നെ ഒരുപാട് പല രീതിയിലുള്ള പ്ലാന്റ്സുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഫോറസ്റ്റ് എന്ന് പറയുന്ന എക്കോസിസ്റ്റത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ പറയുന്ന ഫോറസ്റ്റിലെ ക്ലൈമറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഈ പറയുന്ന ഓരോരോ ആനിമൽസിന്റെ ഒക്കെ അവൈലബിലിറ്റി ഒക്കെ കൊണ്ട് തന്നെ അവിടെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരുപാടാണ്. അതായത് ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സും ഒരുപാട് തരത്തിലുള്ള ആനിമൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ പറ്റും. കാരണം ഇവര് തമ്മിൽ ഈ പറയുന്ന പോലെ ഇന്ററാക്ട് ചെയ്ത് അവരുടെ നമ്പേഴ്സ് ഒക്കെ ബാലൻസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ജീവിച്ചു പോകുന്നത്. അപ്പൊ ആ ഒരു ഫോറസ്റ്റിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഓർഗാനിസിന് എന്ത് ചെയ്യാൻ പറ്റും, അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം ആണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു എക്കോസിസ്റ്റം ആണ് ഈ കാണുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് മഞ്ഞൊക്കെ കാണുന്നത്, അല്ലെ, മഞ്ഞ്. ഈ മഞ്ഞൊക്കെ ഉള്ള ഈ ഒരു എക്കോസിസ്റ്റത്തിനെ നമ്മൾ പറയുന്ന പേരാണ് തുന്ദ്ര എന്ന് പറയുന്നത്, തുന്ദ്ര. അപ്പോ ആ ഒരു റീജിയൻ ആണ് തുന്ദ്ര റീജിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ തുന്ദ്ര റീജിയനിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ മുഴുവൻ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നതായിരിക്കും. കിടക്കുന്ന ഈ സ്ഥലത്ത് വന്നിട്ട് നമ്മളുടെ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ഓർഗാനിസമൊക്കെ ഈ പറഞ്ഞ തുന്ദ്ര റീജിയനിൽ ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഈ പോളാർ റീജിയൻസിലൊക്കെ ഉണ്ടായിരിക്കും? ഇല്ല. ആ റീജിയൻസിന് അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓർഗാനിസംസ് മാത്രമായിരിക്കും ആ ഒരു റീജിയനിൽ കാണപ്പെടുന്നത്. ഇപ്പൊ ഈ തുന്ദ്ര റീജിയൻസിലൊക്കെ കൂടുതലായിട്ടും പ്ലാന്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും, അല്ലെ. മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പൊ അവിടെ ഈ പറയുന്ന മണ്ണിന്റെ ഒന്നും സോയിലിന്റെ അവൈലബിലിറ്റി ഒക്കെ കുറവായതുകൊണ്ട് അവിടെ കാണപ്പെടുന്ന ഓർഗാനിസത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, കുറവായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റീജിയണിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് മാത്രമായിരിക്കും ഈ പറഞ്ഞ തുന്ദ്ര റീജിയൻസിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിൽ കാണപ്പെടുന്ന ചില ഓർഗാനിസംസ് ആണ് ഈ പറഞ്ഞ പോളാർ ബെയേഴ്സ്, അതുപോലെ നമ്മുടെ പെൻഗ്വിൻസ്, അതുപോലെ ചില കുറച്ച് വളരെ പിന്നെ കുറച്ച് നമ്പർ അധികം നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഫിഷസും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ തുന്ദ്ര റീജിയൻസിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പ്ലാന്റ്സിന്റെ നമ്പർ ഒക്കെ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും.
പക്ഷെ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും എന്താണ് ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെ. ചില റീജിയൻസിൽ സ്പെസിഫിക് ആയിട്ട് കാണപ്പെടുന്ന ഓർഗാനിസം അവിടെ മാത്രമായിരിക്കും എന്ത് കാണപ്പെടുന്നത്, നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരു എക്കോസിസ്റ്റം ആണ് ഈ പറയുന്ന ഗ്രാസ് ലാൻഡ് അല്ലെ. ഇവിടെ മുഴുവൻ എന്താണ്, പുല്ലുകളാണ് അല്ലെ. ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തില് കൂടുതലായിട്ടും കാണപ്പെടുന്ന ഓർഗാനിസംസ് എന്തായിരിക്കും? ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ എന്തായിരിക്കും കൂടുതൽ കാണപ്പെടുന്നത്? ഈ പറയുന്ന ഹെർബിവോർസ് ആയിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് ഡയറക്ട്ലി എന്താണ് പ്ലാന്റിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ഈ പറയുന്ന ഒരു റീജിയണിൽ കൂടുതലായിരിക്കും. കാരണം എന്താണ്, ഈ ഒരു ഏരിയയിൽ എപ്പോഴും തന്നെ ഈ പറയുന്ന ഗ്രാസസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഓർഗാനിസംസ് ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അതിനെ കഴിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു റീജിയണിലും കുറെ ഓർഗാനിസംസ് ഒക്കെ കാണാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. ഇനി പിന്നെയുള്ളതാണ് ഡെസേർട്ട്. നമുക്കറിയാം വെള്ളം ഒട്ടുമില്ലാത്ത അല്ലെങ്കിൽ വെള്ളം ഒരു പെർസെന്റേജ് പോലും നമുക്ക് വളരെ വെള്ളം കുറവുള്ളതും അതേസമയത്ത് ചൂടിന് ഒരു കുറവുമില്ലാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഡെസേർട്ട് റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെസേർട്ട് റീജിയനിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണപ്പെടുന്ന ഓർഗാനിസംസിനും അവർക്ക് ഈ ഒരു പർട്ടിക്കുലർ റീജിയണിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് നമ്പർ ഓഫ് ഓർഗാനിസംസും പ്ലാന്റ്സും മാത്രമായിരിക്കും ഈ ഡെസേർട്ട് റീജിയണിൽ കാണപ്പെടുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചില ടൈപ്പ് ഓഫ് സ്നേക്സ്, റെപ്റ്റൈൽസ്, അതുപോലെ തന്നെ നമ്മളുടെ ക്യാമൽസ്, അങ്ങനെയുള്ള ചില ഓർഗാനിസം മാത്രമായിരിക്കും ഈ പറയുന്ന റീജിയൻസിൽ വളരെ ഫ്യൂ നമ്പേഴ്സ് ഓഫ് ഓർഗാനിസംസ് മാത്രമായിരിക്കും ഈ പറയുന്ന ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ക്ലൈമറ്റിനോടും അതുപോലെ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസിനോടും ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അനുസരിച്ചുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഓരോരോ എക്കോസിസ്റ്റത്തിലും കാണപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള മറ്റൊരു എക്കോസിസ്റ്റം ആണ് ഇതെന്താണ്, ഓഷ്യൻസ് അല്ലെ. ഓഷ്യൻ. അപ്പൊ ഓഷ്യൻ കേസിൽ എന്താണ്, അവിടെ ഈ പറയുന്ന ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ഓർഗാനിസം ഒന്നും ആയിരിക്കില്ല. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ഫിഷസും അതുപോലെ വളരെ കുറഞ്ഞ എമൗണ്ട് മാമൽസും ഒക്കെ കാണപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഓഷ്യൻസ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് ഓർഗാനിസംസ് മാത്രമുള്ള അല്ലെങ്കിൽ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് റയർ ആയിട്ട് നമുക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു എക്കോസിസ്റ്റം ആണ് ഓഷ്യൻ എന്ന് പറയുന്നത്. കാരണം ഡൈവേഴ്സിറ്റി ഉള്ള ഒരു എക്കോസിസ്റ്റം ആണ് ഈ പറയുന്ന അക്വാട്ടിക് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ആണ് എന്ന് പറയുന്നത് നമ്മളുടെ ഓഷ്യൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മീനുകൾ, കളർഫുൾ ആയിട്ടുള്ള മീനുകൾ, അതുപോലെ തന്നെ മാമൽസ്, അതുപോലെ പല പല കാറ്റഗറിയിലുള്ള ഒരുപാട് ഓർഗാനിസംസ് നമുക്ക് ഇവിടെ ഈ പറയുന്ന ഓഷ്യൻ എന്ന് പറയുന്ന എക്കോസിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു കണ്ടീഷനോട് എന്ത് ചെയ്യാൻ പറ്റുന്ന ചേർന്ന് പോകാൻ പറ്റുന്ന ഓർഗാനിസംസ് മാത്രമായിരിക്കും നമ്മുടെ ഓഷ്യൻസിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത ഒരു എക്കോസിസ്റ്റം ആണ് വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എന്താണ്, ഒരു വാട്ടർ പ്രസൻസ് ഉള്ള അല്ലെങ്കിൽ വെറ്റായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയിരിക്കും വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴും വാട്ടറിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന വെറ്റ്ലാൻഡിലും ഈ പറയുന്ന എന്താണ് വെറ്റ്ലാൻഡിന്റെ കണ്ടീഷൻസിനോട് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ട് നിന്ന് പോകാൻ പറ്റുന്ന ഓർഗാനിസംസ് മാത്രമായിരിക്കും വെറ്റ്ലാൻഡിൽ കാണപ്പെടുന്നത്. എസ്പെഷ്യലി ഫിഷസ്, അതുപോലെയുള്ള ചില ആംഫിബിയൻസ്, അങ്ങനെയുള്ള കുറച്ച് ഓർഗാനിസംസ് ആയിരിക്കും കൂടുതലായിട്ടും വെറ്റ്ലാൻഡിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതേസമയത്ത് ഫോറസ്റ്റിലുള്ള എല്ലാ ഓർഗാനിസംസും ഒന്നും ഇപ്പോഴത്തെ വെറ്റ്ലാൻഡിൽ എന്താണ് പ്രസന്റ് ആയിരിക്കത്തില്ല. അപ്പൊ മുമ്പേ പറഞ്ഞ റീസൺ തന്നെയാണ് അതിന് കാരണം. ഓരോ റീജിയനും അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ഓരോ ഓർഗാനിസിനും അതിൻ്റെതായിട്ടുള്ള ചില ബോഡി കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിനനുസരിച്ചാണ് ഓരോ റീജിയൻസിലും ഓരോരോ ഓർഗാനിസംസ് സ്പെസിഫിക് ആയിട്ട് കാണപ്പെടുന്നു എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ പെരിയാർ ടൈഗർ റിസർവിന് ടൈഗേഴ്സ് ഉണ്ട് അല്ലെ. പക്ഷെ എല്ലാ ഫോറസ്റ്റിലും ടൈഗർ ഉണ്ടെന്ന് പറയാൻ പറ്റും? ഇല്ല. ചിലയിടത്ത് നിന്നാണ് ലയൺസ് ഉണ്ടായിരിക്കും, ചിലയിടത്ത് എന്താണ് ബേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ പല തരത്തിലുള്ള ഓർഗാനിസംസും ഓരോരോ റീജിയണില് അവർക്ക് പറ്റുന്ന കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഓരോ ഓർഗാനിസംസും പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു എൻവയോൺമെന്റ് തന്നെ നോക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് തന്നെ നോക്കിയാൽ ഒരുപാട് ഡൈവേഴ്സ് ഓഫ് ഓർഗാനിസംസ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള ഇന്ററാക്ഷൻസിനെ കുറിച്ച്, ആ ഒരു ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നേച്ചറിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു
നമ്മുടെ ഒരു എർത്തിനെ ഒരു എക്കോസിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ കാണപ്പെടുന്ന ഡൈവേഴ്സ് ഓഫ് എക്കോസിസ്റ്റംസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് വിട്ടുകളയാതെ പഠിക്കുക. കാരണം ഇന്ററാക്ഷൻസിന്റെ കേസിൽ എക്സാമ്പിൾ ആയിട്ടും അതുപോലെ തന്നെ എന്താണ് ഒരു ഇന്ററാക്ഷന്റെ പേര് തന്നിട്ട് അതിന് എക്സാമ്പിൾ എഴുതാൻ, അതുപോലെ തന്നെ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ ഡിഫൈൻ ചെയ്യാനും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ തന്നെ സറൗണ്ടിങ്സിൽ ഒബ്സർവ് ചെയ്ത് കുറേയധികം ഇന്ററാക്ഷൻസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ ആ ഒരു ഇന്ററാക്ഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതിലും നല്ലതാണ് നമ്മുടെ സറൗണ്ടിങ്സിലൂടെ ഒബ്സർവേഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സയൻസ് സ്റ്റുഡൻസ് ആണ് നമ്മൾ എല്ലാവരും, അതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സിനെ ഒബ്സർവ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡൗട്ട് ക്ലിയർ സെഷൻസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു. Manorama Horizon, learning made simple.